Okay, we'll start again. The next topic is Faraday's second law. So it states that the magnitude of induced EMF or magnitude of EMF induced in the coil is equal to rate of change of flux linkage with the coil. Okay, so നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. So as per first law, Faraday's first law, we have seen that EMF will be induced whenever there is a flux linkage, or when there is a whenever there is a change in flux linkage, EMF will be induced. So ആ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ദാറ്റ് ലിങ്ക് വിത്ത് കോയിൽ. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ, അങ്ങനെ ഉണ്ടാകുന്ന ഇ എം എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രത്തോളം ഫ്ലക്സ് ലിങ്കേജിൽ ചേഞ്ച് ഉണ്ടാവുന്നതിന് ഈക്വൽ ആയി. ദാറ്റ് മീൻസ് E is the EMF induced equal to N is number of turn, then d phi by dt, rate of change of flux linkage. So using Faraday's second law, we will get the equation E is equal to number of turns into d phi by dt. Okay, so Faraday's first law was about electromagnetic induction, how EMF is induced in a circuit. It deals with that. The second law is about magnitude of induced EMF, and it says that magnitude of induced EMF is equal to rate of change of flux linkage. Okay, we will see one more along with Faraday's electromagnetic induction. There is one more law, that is Lenz's law. It states that the direction of induced EMF. Okay, third law is about third. I can tell like third law. The Lenz law states that the direction of induced EMF is such that it will always ഓക്കെ, ഈ ഇങ്ങനെ ഉണ്ടാവുന്ന ഇ എം എഫിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ എന്തുകൊണ്ടാണ് ഫ്ലക്സ് ലിങ്കേജിൽ ചേഞ്ച് ഉണ്ടാകുന്നത് ആ ഒരു റീസണിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇ എം എഫിന്റെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, സോ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഓൾവേസ് സച്ച് ആസ് ടു ഒപ്പോസ് ദ കോസ് പ്രൊഡ്യൂസിങ് ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവാൻ കാരണമാവുന്ന ആ കോസിന് എഗെയിൻസ്റ്റ് ആയിരിക്കും ഇ എം എഫിന്റെ ഡയറക്ഷൻ എന്നാണ് തേർഡ് ലോ പറയുന്നത്. സോ ദർ ആർ ത്രീ ലോ അബൌട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദ ഫസ്റ്റ് വൺ ഇസ് Faraday's law. Faraday's first law, whenever a magnetic flux linked with a circuit changes, an EMF is induced in the circuit. Okay, then we have seen a different technique to induce EMF in a circuit. Then about the second law, it was about the magnitude of induced EMF, and the magnitude of induced EMF is equal to rate of change of flux linkage. ഈ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യുന്നു അത്രത്തോളം മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. മാഗ്നിറ്റ്യൂഡ് നമ്മൾ എ സിൻ്റെ ഇപ്പം 230 എന്ന് പറയുന്നില്ല, അതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. സോ വി ഗോട്ട് ആൻ ഇക്വേഷൻ. ഫസ്റ്റ് ലോയിൽ നമുക്ക് ഇക്വേഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സെക്കൻഡ് ലോയിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇ ഈസ് ഈക്വൽ ടു എൻ ഡി ഫൈ ബൈ ഡി ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്, ദാറ്റ് മീൻസ് ഇ ഈക്വൽ ടു ഡി ഫൈ എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. ഇറ്റ് ഈസ് ഓൾവേസ് സച്ച് ആസ് ടു ഒപ്പോസ് ദ കോസ് പ്രൊഡ്യൂസിങ് ചേഞ്ച് ഇൻ ഫ്ലക്സ്. അതാണ് ലെൻസ് ലോ പറയുന്നത്. സോ ഇത് ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ട് വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ ഗിവ് വൺ നെഗറ്റീവ് സൈൻ. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് ഈ ചേഞ്ചിങ് ഫ്ലക്സിന് കാരണമാകുന്ന റീസണ് ഒപ്പോസ് ചെയ്യുന്നതായതുകൊണ്ട് വി ക്യാൻ ഗിവ് എ മൈനസ് സൈൻ ടു ദ പ്രീവിയസ് ഇക്വേഷൻ. അതായത് ഫാരഡേസ് സെക്കൻഡ് ലോ കൊണ്ട് കിട്ടിയ ഇക്വേഷന് ഒരു മൈനസ് സൈൻ കൂടെ ഇട്ടുകൊടുക്കും. ഓക്കെ, നൗ യു റൈറ്റ് ദിസ് സെക്കൻഡ് ലോ. ഒന്ന് എഴുതിയെടുക്കും.
Right. Okay, now write this one also. Let us. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ മടിക്കോ ഏതാ? ഒന്നിപ്പുറത്തെ പേജ്. ഓക്കെ. ഇത് എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്റ്റേറ്റ് ഫാരഡേസ് ലോസ് ആൻഡ് ലെൻസോസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അങ്ങനെയായിരിക്കും എക്സാമിന് മിക്കവാറും നിങ്ങളോട് ചോദിക്കും. ഇത് കംപ്ലീറ്റ് ആയില്ലേ? Yes, sir. So applications of Faraday's laws and Lenz's law, you can say this is one of the application. Mic evident. So when sound waves touches this diaphragm, what happens is this magnet moves in this direction, and we can see that there is a coil wounded over here. So when this diaphragm moves, this magnet also moves, and okay, in this case, the magnet is stationary. This case, magnet is stationary. And when the diaphragm moves, this coil moves on this magnet. So, EMF is induced in this coil. Okay, ഈ ഒരു കേസിൽ മാഗ്നറ്റ് സ്റ്റേഷനറി ആണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഡയഫ്രം ഈ കോയിലും മാഗ്നറ്റിന്റെ മുകളിലേക്ക് കൂടെ മൂവ് ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ എന്താ പറയുക, ഈ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ. Then second is generator. So as this coil or circuit rotates, the flux linkage will change. As I said earlier, എന്താ പറയുക, ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ ഫ്ലക്സ് ലൈൻസിന് if the circuit is perpendicular to the flux line, there won't be any flux passing from north pole to south pole. And when it is parallel to flux line, the maximum number of fluxes will be flowing from north pole to south pole. So there is a change in flux linkages as this rotor rotates. ഈ സർക്യൂട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, അതാണ് അതിൻ്റെ ബേസിക് വർക്കിംഗ്. ഓക്കെ, നൗ there are two classification for induced EMF. One is statically induced EMF and second one is dynamically induced EMF. So we are going to learn about that. Statically induced EMF and dynamically induced EMF. Okay, നിങ്ങൾക്ക് എന്തായിരിക്കും ആ വേർഡ് രണ്ടും കേൾക്കുന്ന സമയത്ത് എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് തോന്നുന്നത്? സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. ഓക്കെ, ഇതിൻ്റെ അകത്ത് സ്റ്റേഷനറി ആണ് അല്ലെ. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് സ്റ്റേഷനറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഡൈനാമിക് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്യുക,
ഡിനോട്ട് ചെയ്യാണ് അല്ലേ. അപ്പം നമുക്ക് ആ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഇഫ് ദർ ഇസ് നോ പാർട്ട് വിച്ച് ഇസ് മൂവ് ചെയ്യാതെ സ്റ്റേഷനറി ആയിട്ടാണ് എല്ലാ പാർട്സും ഉള്ളതെങ്കിൽ അതിന് സ്റ്റാറ്റിക്കലി അങ്ങനെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയും. എന്തെങ്കിലും മൂവ്മെന്റ് കൊണ്ടാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ ഹെഡിങ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇനി അതിൻ്റെ നേരെ എഴുതിക്കോ, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ നേരെ എഴുതുക ബിക്കോസ് ഓഫ് ദ മൂവ്മെന്റ് എന്ന് മാത്രം എഴുതുക. മൂവ്മെന്റ് ഓഫ് കോയിൽ ഓർ magnet. Statically induced EMF in the നേരെ because of the changing magnetic field. Next, there are two classification again for statically induced EMF, that is mutually induced EMF and self-induced EMF. Mutually induced EMF and self-induced EMF. That means induced EMF is classified into two. One is due to stationary, എന്താ പറയുക, സ്റ്റേഷനറി ആയിട്ട് അതിനകത്ത് എല്ലാ മെക്കാനിക്കൽ പാർട്ടും സ്റ്റേഷനറി ആയിട്ട് പ്ലേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ആൻഡ് ഈ മൂവ്മെന്റ് കൊണ്ടുണ്ടാകുന്നത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. സോ ദാറ്റ് വാസ് ദ ടു മെയിൻ ക്ലാസിഫിക്കേഷൻ. Again, under statically induced EMF, we have two types: mutually induced EMF and self-induced EMF. Dynamically induced EMF movement ഉണ്ടാകുമോ? Dynamically induced EMF സ്റ്റേഷനറി ആകുന്ന സമയത്ത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് മൂവ്മെന്റ് കൊണ്ടുണ്ടാകുന്നത്. സ്റ്റാറ്റിക്കലി എന്ന് പറയുന്നത് സ്റ്റേഷനറി ആകുമ്പോൾ ഉണ്ടാകുന്നത്. Okay, now we will see what is mutual inductance. Okay, so mutual inductance, we have two circuits. One is primary coil, and that is nothing but mutually induced EMF. Okay, I am going to explain about mutually induced EMF. We have two circuits. One is this one, and second one is this one. And we are giving supply to the primary coil, so there is a flux generation. ഒരു കോയിലാണ് അല്ലേ. So when we are giving supply to this primary coil, magnetic field is produced, and this magnetic field
is linked to the secondary coil. Okay, and since it is AC namakariya, it is continuously varying. Okay, because of AC, what will happen? It will create a change in magnetic field. Positive supply ആണ് കൊടുക്കുന്നത്, പിന്നെ നെഗറ്റീവ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. So it will create a change in magnetic field. So because of the change in magnetic field, the flux linked with the secondary coil will be also continuously varying. So that means there also we have a secondary coil. So when this secondary coil is linked with a continuously varying magnetic field, EMF is induced. So you can see that the voltmeter deflection. You can see the voltmeter deflection. So we will read this one. The change in current in the primary coil create a change in magnetic flux through the secondary coil, and which leads to an induced EMF in the secondary coil. അത് സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. സോ ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ വർക്കിംഗ് പഠിച്ച ആ ഒരു തിയറി ഇതാണ്. സോ ദ ചേഞ്ചിങ്, ഓക്കെ, ഒന്നും കൂടി നമുക്ക് പറഞ്ഞുതരാം. സോ ദർ ആർ ടു കോയിൽ, മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ മീൻസ് ദർ ആർ ടു. ഓക്കെ, വെനെവർ വി സേ ദ വേർഡ് മ്യൂച്വൽ, ദർ ആർ, ദാറ്റ്സ് മീനിങ് ഈസ് ദർ ആർ ടു. So that means there are two coils, one is primary coil and secondary coil. We are giving an AC supply to the primary coil. We are giving an AC supply to the primary coil. So when we are giving AC supply to the primary coil, what will happen? It will produce a continuously varying magnetic field. AC ആയതുകൊണ്ട്, because it is AC. Okay, ACക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നറിയാം. സോ ഇറ്റ് വിൽ ഓൾസോ പ്രൊഡ്യൂസ് എ കണ്ടിന്യൂസ്ലി വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ ആ കണ്ടിന്യൂസ്ലി വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ എങ്ങോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്? സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് സെക്കൻഡറി കോയിൽ ഈസ് സ്റ്റേഷനറി, ആൻഡ് വെൻ ഇറ്റ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദിസ് കണ്ടിന്യൂസ്ലി വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, അക്കോർഡിംഗ് ടു ഫാരഡേസ് ഫസ്റ്റ് ലോ, EMF is generated. ഓക്കെ, ഇങ്ങനെ ഉണ്ടാക്കുന്ന EMF എന്ന് പറയുന്നത് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. നമ്മൾ ലെൻസസ് ലോ പ്രകാരം ഫോർമുല ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇതൊന്ന് എഴുതിയെടുത്തോളൂ. ആ ഡയഗ്രത്തിൽ you can draw this diagram like this. Okay, so you keep two coils like this, and you can draw the winding. So here AC supply is connected,
and here also you have coils, and here you will have a voltmeter. So this is not voltage source, this is voltmeter. So what happens is, when you are giving AC supply to a coil, it will produce some flux, and there will be a flux linkages with the secondary coil. This is a primary coil and this is a secondary coil. So since the supply to this primary coil is AC, it will generate continuously varying magnetic field, and since it is linked with the secondary coil, because of this continuously varying magnetic field, EMF will be generated in the secondary coil. So that is mutual induction. ഒന്ന് കാരണം മറ്റേതിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വരും. Okay, completed. Completed. Yes, sir. Now you write this expression. What I am doing is, instead of number of turns and varying flux, this after derivation, EMF is equal to, I am not doing the derivation here, that is not important in our syllabus. So you can write this one, EMF due to mutual induction is equal to minus M and DIP, primary current, divided by DT. That is, M is nothing but mutual inductance. Write this formula also. Okay, എഴുതിയില്ലേ ഫോർമുല? Yes, sir. Yes, sir. Okay. Now about the self-inductance, about the concept of self-inductance. Okay, again, there is a coil. I am giving an AC supply to this coil. Because of this AC supply, it will produce some flux around this coil. കറക്റ്റ് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൽ പഠിച്ചത്? അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫ്ലക്സ് കൊണ്ട് തിരിച്ച് ഇതേ കോയിലിൽ തന്നെ EMF ജനറേറ്റ് ചെയ്തൂടെ? അതായത് ഒരു AC സപ്ലൈ ഒരു കോയിലിൽ കൊടുത്തു, ആ കോയിലിന്റെ ചുറ്റും ഫ്ലക്സ് ഉണ്ടായി, ആ ഫ്ലക്സ് കൊണ്ട് അതേ കോയിലിൽ തന്നെ EMF ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ലേ? ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ, ദ എഫക്ട് in which a changing current in a circuit induces an EMF in the same circuit is referred to as self-inductance. ഓക്കെ, അതായത് ഈ ഒരു സർക്യൂട്ടിലെ തന്നെ ചേഞ്ച് ആ ഫീൽഡ് കൊണ്ട് എന്താ പറയുക, I എന്ന് പറയുന്ന കറണ്ട് അതിലേക്ക് കൊടുത്തു, ആ I കൊണ്ട് തന്നെ ഒരു ഫീൽഡ് ഉണ്ടായി, ആ ഫീൽഡ് കൊണ്ട് അതേ കോയിലിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്തു. അതിനാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. Okay, so the formula for self-inductance is E is equal to minus L delta I by delta T, or DI by DT. Okay, just write this one.
Okay, നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. The effect in which changing current in a circuit induces a change in magnetic field. It induces a change in magnetic field. Change in magnetic field. And the same magnetic field induces EMF in the same circuit. And the same magnetic field induces EMF in the same circuit is referred to as self-induction. Magnetic induces. The effect in which a changing current in a circuit induces a change in magnetic field, and the same magnetic field induces EMF in the same circuit, and the same magnetic field induces EMF in the same circuit is referred to as self-induction. Clear ആയില്ലേ? Okay, then you write this formula. Self-induced EMF E is equal to minus L. നേരത്തെ M ആയിരുന്നു, minus M ആയിരുന്നു. So instead of that we have minus L. Delta I by delta T. അത് ഈയാ ഏത്? ഒരു സ്മോൾ ലെറ്റർ ഇ ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇ എം എഫിൻ്റെ ഇ ആണ് സ്മോൾ ലെറ്റർ. ഓക്കെ, ഇ എന്ന് എഴുതിക്കോ, ക്യാപിറ്റൽ ലെറ്റർ ഇ എഴുതിക്കോ. ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി. ഓക്കെ, ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബേസിക് നമുക്കറിയാം. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ദാറ്റ് മീൻസ് വി ആർ ഗിവിംഗ് supply to the primary coil and then flux flows, and this changing flux induces EMF in the secondary coil. So that is the working principle of transformer. And the working principle of transformer is mutual induction. Okay. Okay, so far ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കുകയാണ്. So far what we discussed in the second hour is we have learned what is we have first classified induced EMF into statically induced EMF and dynamically induced EMF. Dynamically induced EMF means everything is moving, or EMF is induced due to movement of some mechanical systems. And statically induced means all systems are in stationary, and then the time varying or changing field induces EMF. That's the main difference. Again, we have classified statically induced EMF into two, self-inductance and mutual inductance, because there is no movement at all, only flux is changing, and we are giving AC supply to generate the flux. AC supply കൊടുക്കുമ്പോഴാണ് എന്താണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്. AC സപ്ലൈ കൊടുത്തിട്ടാണ് സ്റ്റാറ്റിക്. ഇപ്പോൾ ഈ ട്രാൻസ്ഫോമർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരു പാർട്ട് ഇതിൽ മൂവ് ചെയ്യുന്നില്ല. എന്താണ് നമ്മൾ കൊടുക്കുന്നത്? AC സപ്ലൈ ആണ് കോയിലിലേക്ക് കൊടുക്കുന്നത്. സോ ദർ ഇസ് എ ടൈം വേരിങ് മാഗ്നറ്റിക് ഫീൽഡ്. ബിക്കോസ് ഓഫ് ദിസ് ടൈം വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു പ്രൈമറി കോയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് കാരണം പ്രൈമറി കോയിലിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നും സെൽഫ് ഇൻഡക്ഷൻ എന്നും ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഹൃതിക്ക് നിനക്ക് ക്ലിയർ ആയ? ഓക്കെ,
നെക്സ്റ്റ് വൺ ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. ഓക്കെ, ഞാനത് വളരെ സിമ്പിളായിട്ട് പറയാം. സോ നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ എക്സാമ്പിൾ എടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്ലക്സ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് then it reaches in the secondary coil and this EMF is induced in the secondary coil. So ഈ പ്രൈമറിന്ന് ഫ്ലോ ചെയ്യുന്ന ഫ്ലക്സ് കുറച്ച് എന്ത് ചെയ്യും, പ്രൈമറിയിൽ തന്നെ ലിങ്ക് ചെയ്യും. ബിക്കോസ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ലീക്കേജ് ഫ്ലക്സ് പോലെ തന്നെ പ്രൈമറിൻ്റെ ചുറ്റിലും കുറച്ച് ഫ്ലക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രൈമറിയിൽ നിന്ന് പുറപ്പെടുന്ന കുറച്ച് ഫ്ലക്സ് പ്രൈമറി തന്നെ കുറച്ച് ലിങ്ക് ചെയ്യും സെൽഫ് ഇൻഡക്ഷൻ കാരണം. അതേപോലെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് പോകും. യു ക്യാൻ സീ ദാറ്റ് 1 into 1 മീൻസ് ഫ്രം പ്രൈമറി it starts from the primary and ends at the primary, and you can say that 5 1 2, that means it starts from the primary and reaches at the secondary. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രൈമറിയിൽ നിന്ന് പുറപ്പെടുന്ന ഫ്ലക്സ് അതിൽ കുറച്ച് പാർട്ട് പ്രൈമറിയിൽ തന്നെ, ബാക്കിയാണ് സെക്കൻഡറിയിൽ എത്തുന്നത്. സോ പ്രൈമറിയിൽ തന്നെ സെൽഫ് ഇൻഡക്ഷൻ കാരണമാകുന്ന ഫ്ലക്സ് പ്ലസ് മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണമാകുന്ന ഫ്ലക്സ് ആണ് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയില്ലേ? അതായത് ഈ ഡയഗ്രം എടുക്കും നമുക്ക്. സോ ഇതിൽ ഫ്ലക്സ് ഫ്ലോ ചെയ്തു പ്രൈമറിയിൽ നിന്ന് back to primary, and there are flux which travels like this, which build ups like this. അപ്പോൾ അതായത് ആ ഫ്ലക്സ് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിൽ എത്തുന്നില്ല, പ്രൈമറി തന്നെ എൻഡ് ചെയ്യുന്നു, പ്രൈമറിൻ്റെ സറൗണ്ടിങ്സിലാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറിയിൽ നിന്ന് കുറേ ഫ്ലക്സ് ജനറേറ്റ് ചെയ്തു, അതിൽ കുറച്ച് ഫ്ലക്സ് പ്രൈമറിയുടെ സറൗണ്ടിങ്സിൽ തന്നെ ട്രാവൽ ചെയ്തു അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്തു. ബാക്കിയുള്ള ഫ്ലക്സ് ആണ് എങ്ങോട്ട് പോകുന്നത്? സെക്കൻഡറിയിലേക്ക് പോകുന്നത്. അപ്പോൾ ടോട്ടൽ ജനറേറ്റ് ചെയ്ത ഫ്ലക്സ് എന്ന് പറയുന്നത്, അതായത് 5-1 പ്രൈമറിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത്, പ്രൈമറി സ്റ്റാർട്ട് ചെയ്ത് പ്രൈമറി തന്നെ എൻഡ് ചെയ്യുന്ന ഫ്ലക്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ് പണ്ടൊക്കെ പറഞ്ഞ ലീക്കേജ് ഫ്ലക്സ് പോലെയുള്ള ഫ്ലക്സ്, പ്ലസ് പ്രൈമറിയിൽ സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡറിയിൽ റീച്ച് ആയ ഫ്ലക്സ്. മനസ്സിലായ? അങ്ങനെ രണ്ട് ഫ്ലക്സിന്റെ സമ്മായിരിക്കും ടോട്ടൽ ഇൻഡ്യൂസ് ചെയ്ത ഫ്ലക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ട്രാൻസ്ഫോമർ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? വാട്ട് ഈസ് അവർ എയിം വെൻ വി ആർ ഡിസൈനിങ് എ ട്രാൻസ്ഫോമർ? വോൾട്ടേജിനെ കുറക്കാനും കൂട്ടാനും. ഓക്കെ, മാക്സിമം ഫ്ലക്സ് ഷുഡ് ഫ്ലോ ഫ്രം പ്രൈമറി ടു സെക്കൻഡറി. കാരണം നമ്മൾ പ്രൈമറിയിലേക്ക് സപ്ലൈ കൊടുക്കുന്നു, സെക്കൻഡറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് എടുക്കുന്നു, അല്ലെ? പ്രൈമറിയിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, സെക്കൻഡറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് എടുക്കുന്നു, അല്ലേ? അപ്പം നമ്മുടെ മാക്സിമം എയിം എന്താ? മാക്സിമം ഫ്ലക്സ് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ട്രാവൽ ചെയ്യണം. പ്രൈമറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡറിയിലേക്ക് വരുന്ന ഫ്ലക്സ് നമുക്ക് വേണ്ട. അപ്പം നമ്മൾ എയിം അങ്ങനെയാണ്, നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രൈമറിയിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് എത്രത്തോളം ഫ്ലക്സ് സെക്കൻഡറിയിലെത്തി, അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കെ എന്ന് പറയുന്ന ഒരു ഫാക്ടർ. കെ മീൻസ് നത്തിങ് ബട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. സോ കെ എന്ന് പറയുന്നത് ഇപ്പം 512 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 5:1. ദാറ്റ് ഈസ് കെ ഈസ് നോൺ ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. അപ്പം നിങ്ങൾക്ക് ഈ ഡയഗ്രാം നോക്കി മനസ്സിലാവും കെ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? കെ 1 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? പ്രൈമറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത എല്ലാ ഫ്ലക്സും എവിടെ എത്തി? സെക്കൻഡറിയിലെത്തി. സെക്കൻഡറിയിലെത്തി. 1 2 എന്ന് പറയുന്നത് സെക്കൻഡറി. കെ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഈ പ്രൈമറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത എല്ലാ ഫ്ലക്സും പ്രൈമറി തന്നെ സെക്കൻഡറിയിൽ എത്തിയിട്ടില്ല. അതേപോലെ കെ ഈസ് ഈക്വൽ ടു 0.5 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? പ്രൈമറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഹാഫ് ഫ്ലക്സ് പ്രൈമറി തന്നെ എന്ത് ചെയ്തു, ബാക്കിയുള്ള ഹാഫാണ് സെക്കൻഡറിയിൽ എത്തിയത്. അപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ കെൻ്റെ വാല്യൂ ഏകദേശം എത്രയായിരിക്കണം? നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ, അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്ക് ചെയ്യാൻ എത്രയാവണം? 1 ആവണം.
അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രൈമറിയിൽ നിന്ന് മാക്സിമം ഫ്ലക്സ് എവിടെ എത്തും? സെക്കൻഡറിയിൽ എത്തും. സോ കെ മീൻസ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ഓക്കെ, ജസ്റ്റ് ഈ ഡെഫിനേഷൻ എഴുതുക, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് എഴുതുക. എന്നിട്ട് ഈ ഒരു പോയിന്റ് എഴുതിയെടുക്കുക. Coefficient of coupling between two coils is defined as the fraction of magnetic flux produced by current in one coil that link with the other coil. That's all of Right. Okay. When you write this equation, first equation, here complete either, where K is coupling coefficient.